ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ് യോഗ പഠിതാക്കൾക്കായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CPR പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. നാഷണൽ ആയുഷ് മിഷൻ കേരളം ഹോമിയോപ്പതി വകുപ്പ്, ഉദുമ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, കണ്ണൂർ ആസ്റ്റർ മിംസ് എന്നിവ സംയുക്തമായാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ് യോഗ പഠിതാക്കൾക്കായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CPR പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. CPR അഥവാ കാർഡിയോ പൾമനറി റെസിസ്റ്റേഷൻ സംബന്ധിച്ച പരിശീലനം എല്ലാവർക്കും നൽകുകയെന്ന കർമ്മ പദ്ധതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത് നടത്തിവരുന്നുണ്ട്. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുന്ന വ്യക്തികളിൽ നടത്തുന്ന ഒരു അടിയന്തര പ്രഥമ ശുശ്രൂഷയാണ് CPR. ശരിയായ രീതിയിൽ CPR നൽകി അടിയന്തരമായി ആശുപത്രിയിലെത്തിച്ചാൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും. CPRന്റെ പ്രാധാന്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പ് ഒരു കർമ്മ പദ്ധതിയായി തന്നെ ഏറ്റെടുത്തത്. ഹൃദയാഘാതമുണ്ടായാൽ ഉടൻ CPR നൽകിയാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഴഞ്ഞു വീണ ആൾക്ക് ബോധമുണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ബോധമുണ്ടെങ്കിൽ ധാരാളം വെള്ളം നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അബോധാവസ്ഥയിലാണെങ്കിൽ ഉടൻ തന്നെ പൾസും ശ്വാസവും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഹൃദയമിടിപ്പില്ലെങ്കിൽ CPR ഉടൻ ആരംഭിക്കണം. ഹൃദയം സ്ഥിതി ചെയ്യുന്ന നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് CPR ചെയ്യേണ്ടത്. ആദ്യത്തെ കൈയുടെ മുകളിൽ മറ്റൊരു കൈ വെക്കുകയും വിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്ത് 5 മുതൽ 7 സെന്റിമീറ്റർ താഴ്ചയിൽ നെഞ്ചിൽ അമർത്തിയാണ് CPR നൽകേണ്ടത്. പരിശീലനം ലഭിച്ച ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രഥമ ശുശ്രൂഷ മാർഗമാണിത്. CPR ശാസ്ത്രീയമായി പരിശീലിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗറിലൊക്കെ കൂടി വരുന്ന അവസ്ഥ, ഒരാൾ ഷുഗർ കൂടിയാലും വീഴും, കുറഞ്ഞാലും വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ചില സമയത്ത് ഇടയ്ക്കൊക്കെ പോഷകാഹാര കുറവുണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ നമ്മൾ ബോധത്തിൽ വീഴും. അപ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്നില്ല, ഒട്ടും കൂടിയില്ല, നമ്മൾ കൂക്കൽ മുടിയല്ലാതെ നമ്മൾ ആസ്പത്രിയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്ത്രീകൾക്കും കൂടി ആരോഗ്യം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് ഡോക്ടർ ചെയ്ത് വളരെയധികം അഭിനന്ദനമുള്ള ഒരു പ്രവർത്തനമാണ്. ആസ്റ്റർ മിംസിലെ ഡോക്ടേഴ്സും മറ്റുള്ളവരൊക്കെ നമുക്ക് അതിനുള്ള ഒരു അറിവ് പകർന്നു തരുമ്പോൾ നമ്മളും അതിൻ്റെ നമ്മുടെ ജീവിതത്തെ പറ്റാൻ, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മളും ഇവിടെ എത്തിയിട്ടുള്ളത്. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ ഡോക്ടർ രതീഷ് P അധ്യക്ഷനായി. കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടർ ഫാരിസ് മുഹമ്മദ്, ഡോക്ടർ ചിന്മ, MK അഭിനവ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗ ഇൻസ്ട്രക്ടർ V പ്രമോദ്, ശ്യാമള ടീച്ചർ, K വിജയകുമാർ, സുശീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.